തെരുവിലിറങ്ങി പ്രതിപക്ഷത്തെ നയിച്ച രാഹുൽ ഗാന്ധി ഇനി ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ നാവാകും. ബിജെപിയെയും മോദിയെയും നേരിടാൻ രാഹുൽ തന്നെ നയിക്കണമെന്ന പൊതുവികാരം കോൺഗ്രസ് പ്രവർത്തക സമിതി ഒറ്റക്കെട്ടായി മുന്നോട്ട് വെച്ചു. രാഹുൽ ഭാരത് ജോഡോ യാത്ര നയിച്ച വഴികളിൽ മിക്കയിടത്തും കോൺഗ്രസ് വൻ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. രാഹുൽ കണ്ണീരൊപ്പാനെത്തിയ മണിപ്പൂരാകെ കോൺഗ്രസിനൊപ്പം നിന്നു. ഭാരത് ജോഡോ ന്യായ് യാത്ര അവസാനിച്ച മഹാരാഷ്ട്ര മഹാഭൂരിപക്ഷം നൽകി. UP രാഹുലിനെയും ഇന്ത്യ സഖ്യത്തെയും ചേർത്തു പിടിച്ചു. അതേ രാഹുൽ പ്രതിപക്ഷത്തെ സഭയിൽ നയിച്ചാൽ അന്തിമ വിജയം അകലെയല്ല എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥയിൽ സംവിധാനം, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനും കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ അലയൻസും ഉയർത്തിയ മഹത്തരമായിട്ടുള്ള ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമായി പാർലമെൻറ്റിനകത്ത് തുടരാനും രാഹുൽ ഗാന്ധി നേതാവായി തുടരണമെന്നുള്ള ആഗ്രഹമാണ് CWC യുനാനിമസ് ആയിട്ട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുൽ തന്നെ നേതാവാകണമെന്ന നിലപാട് MK സ്റ്റാലിൻ, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ് തുടങ്ങി ഇന്ത്യ സഖ്യത്തിലെ മിക്ക നേതാക്കളും കോൺഗ്രസിനെ അറിയിച്ചിട്ടുമുണ്ട്. അടുത്ത 5 വർഷക്കാലം ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള തുടർ പോരാട്ടത്തിൻ്റെതാണ് എന്ന് ഇന്ത്യ സഖ്യം വ്യക്തമാക്കുന്നു. ഒരിക്കൽ പുറത്താക്കപ്പെട്ട സഭയിലേക്ക് പൂർവാധികം ശക്തിയോടെ രാഹുൽ പ്രതിപക്ഷ നേതാവായെത്തുന്നു. വെറുപ്പിന്റെ ചന്തയിലെ സ്നേഹത്തിന്റെ കട എന്ന രാഹുലിന്റെ മുദ്രാവാക്യം ഇനിയുമേറെ ഇന്ത്യക്കാർ ഒരുമിച്ചേറ്റു വിളിക്കുമെന്ന് പ്രത്യാശിക്കുന്നു കോൺഗ്രസ്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.